പ്രതിപക്ഷ നേതാവിന്റെ ഡ്രൈവർക്കെതിരെ പോലീസുകാരുടെ കയ്യേറ്റം. AKG സെന്ററിലെ ഡ്രൈവർ അനൂപ് തില്ലങ്കേരിക്കെതിരെയാണ് കയ്യേറ്റമുണ്ടായത്. പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുന്നതിനിടെയാണ് സംഭവം. വണ്ടിയെടുത്ത് മാറ്റട എന്ന് ആക്രോശിച്ചുകൊണ്ട് കഴുത്തിന് പിടിച്ച് തള്ളിയെന്ന് അനൂപ്. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അനൂപ് DGPക്ക് പരാതി നൽകി. കമലേഷ് ചേരുകയാണ്. കമലേഷ്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്? ഷമി, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനമല്ല, AKG സെന്ററിലെ വാഹനത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് ആ വാഹനം അവിടെ എത്തിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇറങ്ങി, പിണറായി വിജയൻ ഇറങ്ങി ഈ ഡ്രൈവറായിരുന്ന അനൂപ് തില്ലങ്കേരി ഈ സാധനങ്ങളൊക്കെ എടുത്ത് പ്രതിപക്ഷ നേതാവിന് നൽകി വീണ്ടും വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങവെയാണ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ വണ്ടി എടുത്ത് മാറ്റട എന്ന് ആക്രോശിച്ചുകൊണ്ട് അനൂപിനെ കഴുത്തിന് പിടിച്ച് തല്ലുകയും മർദ്ദിക്കാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നതാണ് പരാതി. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇതിൽ വളരെ കൃത്യമായി ഒരു പരാതി DGPക്ക് നൽകുകയാണ്. ഈ പോലീസുകാർ തനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലാണ് പോലീസുകാരുടെ ഇടപെടൽ ഉണ്ടായത്. ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് അനൂപ് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ജയൻ, ശരത്ത് എന്നീ രണ്ട് പോലീസുകാരെ അനൂപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് സഹിതമാണ് DGPക്ക് പരാതിയായി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇത് ഏത് നിലയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന് പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ വാഹനം അവിടേക്ക് ചെന്നത്. പോലീസുകാർ തൊട്ടു പിന്നിൽ പോലീസിന്റെ വാഹനവുമുണ്ട്. പിന്നീട് ഈ അവിടെ നിന്നിരുന്ന രണ്ട് പോലീസുകാർ ഇത്തരത്തിൽ കയ്യേറ്റം നടത്തുമ്പോൾ ഈ എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർ വന്നതിന് ശേഷമാണ് പിടിച്ചു മാറ്റുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും എന്ത് കാര്യത്തിന്റെ പേരിലാണ് ഇത്തരമൊരു നടപടി പ്രതിപക്ഷ നേതാവ് സഞ്ചരിച്ച വാഹനത്തിലെ ഡ്രൈവർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അനൂപ് തില്ലങ്കേരിയുടെ തീരുമാനം. കമലേഷ്, ഈ പോലീസുകാർ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വരികയും ആ കാറിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോലീസുകാർ തന്നെയായിരിക്കുമല്ലോ ഇത്തരത്തിൽ ഒരു നടപടി, ഒരു കയ്യേറ്റം നടത്തിയത്. ഷമി, തീർച്ചയായും അത് അങ്ങനെ അല്ലാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഏതായാലും പ്രതിപക്ഷ നേതാവ് ആ വാഹനത്തിൽ വന്നിറങ്ങുന്നു. തൊട്ട് പിന്നാലെ പോലീസ് വാഹനമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ വാഹനമാണത്. സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ട പോലീസുകാരാണ് ആ വാഹനത്തിലുള്ളത്. ആ നിലയിൽ രണ്ട് വാഹനങ്ങളും വന്നു നിർത്തി പ്രതിപക്ഷ നേതാവും ഭാര്യയും ഇറങ്ങി അകത്തേക്ക്, റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് നടന്നുപോയി. അപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ പ്രതിപക്ഷ നേതാവിനൊപ്പം റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് പോവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കാറിന്റെ, അതായത് പ്രതിപക്ഷ നേതാവ് വന്ന കാറിന്റെ ഡിക്കി അടച്ചതിന് ശേഷം വീണ്ടും ഡ്രൈവർ സീറ്റിലേക്ക് വരാൻ ഒരുങ്ങുന്ന സമയത്താണ് ഈ അനൂപ് തില്ലങ്കേരിക്കെതിരെ അവിടെ നിന്നിരുന്ന രണ്ട് പോലീസുകാർ കയർത്ത് സംസാരിക്കുകയും വണ്ടിയെടുത്ത് മാറ്റട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ആ വണ്ടിയോടൊപ്പം തന്നെ തൊട്ടു പിറകിലായി പോലീസ് വാഹനവും ഉണ്ട് എന്നുള്ളതാണ്. ആരാണ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അവിടെ തന്നെ നിന്നിരുന്ന പോലീസുകാർ കണ്ടിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അനൂപ് തില്ലങ്കേരിയും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രകോപനപരമായൊരു നീക്കം, അല്ലെങ്കിൽ അത് സമാധാനപരമായി അക്കാര്യം പറയാമായിരുന്നു, വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് ഇടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമാധാനപരമായി പറയാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നേരിട്ട് വന്ന് കയർക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അനൂപ് ഈ പരാതിയിൽ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് തന്നെയാണ് അനൂപ് പോകുന്നത്. AKG സെന്ററിൽ തന്നെയാണ് ഇത്തരമൊരു പരാതി സ്വാഭാവികമായും പോയിട്ടുള്ളത്. ഇത് ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ കമലേഷ്. അതായത് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന്റെ വാഹനം എത്തുന്ന വേളയിൽ ഇത്തിരി ഒരു മുഷ്ക് കാണിക്കാം എന്നൊരു തോന്നലിൽ നടത്തിയ ഒരു പ്രകടനം പോലെ തോന്നുന്നുണ്ടല്ലോ. ഷമി, ആ നിലയിലേക്ക് തന്നെയാണ് അനൂപ് സംശയിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാരണവുമില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രകോപനപരമായ ഇടപെടൽ നടത്താനുള്ള ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അനൂപ് പറയുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. അത്തരത്തിൽ പെരുമാറിയ പോലീസുകാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഒരു പരാതി അനൂപ് നൽകിയിട്ടുള്ളത്. അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമായി അതിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും നിയമപരമായി ഈ കാര്യത്തെ നേരിടാനാണ് അനൂപും ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത്. ഷമി.